ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴേ സാധനം വാങ്ങിക്കാൻ കടയിൽ കയറിയപ്പോൾ നല്ല ഫ്രഷ് പച്ചച്ചീര കണ്ടിട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങി ഉണ്ടാക്കാൻ വിചാരിച്ചു. ചീര ഉണ്ടാക്കുമ്പോൾ ഒന്നാകെ കുഴഞ്ഞു പോകാതിരിക്കാൻ മുമ്പ് ഒരു യൂട്യൂബർ ചേച്ചി പറഞ്ഞതാണ് ഞാൻ ഇപ്പോഴും ചെയ്യാറ്. ഇല അരിഞ്ഞിട്ട് കഴുകുമ്പോൾ കിട്ടുന്ന തണ്ടുകൾക്ക് പുറമെ കുറച്ചുകൂടെ തണ്ട് ഞാൻ അരിഞ്ഞെടുക്കും. ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആദ്യം അരിഞ്ഞെടുത്ത തണ്ടുണ്ടല്ലോ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കും, പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ടാണ് ഞാൻ ഇലയിടുന്നത്. കാരണം തണ്ട് വേവാനാണ് സമയമെടുക്കുന്നത്. ഇലയിട്ടാൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. കൂടുതൽ വേവിച്ചാലുണ്ടല്ലോ ചീര ഒന്നാകെ കുഴഞ്ഞു പോകും. അങ്ങനെ വെന്ത ചീരയിൽ കുറച്ച് തേങ്ങ ചമ്മന്തി കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയാലുണ്ടല്ലോ അടിപൊളി കുഴയാത്ത ചീര റെഡി കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചീര ഉണ്ടാക്കാറ്. ഇലയും തണ്ടും രണ്ടും 2 വേവായതുകൊണ്ട് തന്നെ നമ്മൾ 2ആയിട്ട് തന്നെയാണ് വേവിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അത്രയും നന്നായി കിട്ടിയത്. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി, തീരെ കുഴയാതല്ലേ ചീര കിടക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കടന്നു വരയ്ക്കും. ബൈ.